ഓ ഇതായിരിക്കും ന്യൂട്രീഷൻ്റെ സംശയം ചോദിക്കുക. ഹലോ മാഡം. എന്താണ് മാഡം എനിക്കൊരു സംശയമുണ്ട് മാഡം. എന്തോന്നാണ് സംശയം? മാഡം എൻ്റെ ഐഡിയൽ ബോഡി വെയിറ്റ് ഒന്ന് എനിക്ക് അറിയണം മാഡം. ഇപ്പൊ പറഞ്ഞുതരാം. എത്രയാണ് ഇയാളുടെ ഹൈറ്റ്? എൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 170 സെന്റിമീറ്റർ ആണ്. പക്ഷേ എൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് 100 കിലോ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ഇയാളുടെ ഹൈറ്റ്. ഈ ഹൈറ്റിന് നമ്മൾ 100 കൊണ്ട് മൈനസ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ ഐഡിയൽ ബോഡി വെയിറ്റ് കിട്ടുന്നുണ്ട് 70 kg. അപ്പൊ ഐഡിയൽ ബോഡി വെയിറ്റ് ആണ് ഇപ്പൊ നമ്മളുടെ 70 kg. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഐഡിയൽ ബോഡി റേഞ്ച് ആണ്. ഐഡിയൽ ബോഡി റേഞ്ച് നമ്മൾ വെയിറ്റ് വെച്ചിട്ട് വെയിറ്റിനോട് -5 ചെയ്യും. അപ്പൊ നമുക്ക് 65 കിട്ടിയിരിക്കുകയാണ്. അപ്പൊ 65 + 10 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. 65 to 70 kg, 75 kg ആണ് ഇയാളുടെ ഐഡിയൽ ബോഡി റേഞ്ച്. ഓക്കെ, നമ്മൾ ഇനി വുമൻസിന്റെ കേസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ 170 - 100 ഹോൾ -10% ആണ് നമുക്ക് വുമൻസിന്റെ കേസിൽ നോക്കാനുള്ളത്. വുമൻസിന്റെ കേസിൽ നമ്മൾ എപ്പോഴും നോക്കാനുള്ളത് 10% അഡീഷണലി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 63 kg എന്നാണ് കിട്ടുന്നത്. അതാണ് നമ്മുടെ ഐഡിയൽ ബോഡി വെയിറ്റ്. അതേപോലെ ഇനി റേഞ്ച് നോക്കുവാണെങ്കിൽ 63 - 5 ചെയ്യുമ്പോഴത്തേക്കും 58. അതിന്റെ കൂടി ഒരു 10 കൂടി ചെയ്യുമ്പോൾ നമുക്ക് 68 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ റേഞ്ച് വരുന്നത് 58 to 68 ആണ് നമ്മുടെ റേഞ്ച് വരുന്നത്. അപ്പൊ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഗോൾ എന്ന് പറയുന്നത് 100. ഇപ്പൊ ഇയാളുടെ വെയിറ്റ് 100 ഉണ്ട്. 100 മൈനസ് ഇയാളുടെ ഐഡിയൽ ബോഡി വെയിറ്റ് 70 kg. അപ്പൊ ആ 70 kg ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 30 kg ആണ് ഇയാൾക്ക് ഗോൾ ചെയ്യേണ്ടത്. ഇനി 30 kg ഇയാൾക്ക് കുറയ്ക്കാനുണ്ട്. എനിക്ക് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുമല്ലോ. ഉറപ്പായിട്ടും എനിക്ക് കുറച്ച് ഡയറ്റ് പ്ലാനും വർക്കൗട്ട് പ്ലാനും തരുമോ മാഡം? തരാമല്ലോ.